കാസർഗോഡ് DFOക്കെതിരെ ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന് കേസെടുത്തിരിക്കുകയാണിപ്പോൾ. റെയിൽവേ പോലീസാണ് DFO ജോസ് മാത്യുവിനെതിരെ കേസെടുത്തത്. ഓഖ എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. സ്ത്രീകളോട് ലൈംഗിക ചേഷ്ടകൾ കാണിച്ചെന്നാണ് പരാതി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ബൈജു, ആദ്യമായി തന്നെ ഗുഡ് മോർണിംഗ്. കാസർഗോഡ് DFOക്കെതിരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കേസ് പുറത്തു വന്നിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? ഗുഡ് മോർണിംഗ്. അതായത് ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. ഈ കാസർഗോഡ് DFOയും കണ്ണൂർ ജോസ്ഗിരി സ്വദേശിയുമായ ജോസ് മാത്യുവിനെതിരെയാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ഓക്ക എക്സ്പ്രസിൽ വെച്ചായിരുന്നു. ഇന്നലെ പുലർച്ചെ 3:38 വരുന്ന ഈ ഓക്ക എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ സ്ത്രീകളോട് ലൈംഗിക ചേഷ്ടകൾ കാണിച്ചെന്നാണ് പരാതി. ഈ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോട്ടേക്കാണ് ഈ ട്രെയിനിൽ ഇദ്ദേഹം വരുന്നുണ്ടായിരുന്നത്. DFO ഇങ്ങനെ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയത് മോശം ആംഗ്യം കാണിച്ചുമെന്നാണ് ഈ FIR-ൽ പറയുന്നത്. അതിക്രമം നേരിട്ട തന്നെ സ്ത്രീകൾ പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് റെയിൽവേ പോലീസ് സ്ഥലത്തെത്തി ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള ശക്തമായ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് വിവരം. ഇയാൾക്ക് നോട്ടീസ് നൽകി വിട്ടയക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ സ്ത്രീകളോട് അശ്ലീല ചേഷ്ടകൾ കാണിച്ചതിനും അപമര്യാദയെ പെരുമാറിയതിനും കേരള പോലീസ് ആക്ട് 119A പ്രകാരമാണ് ഇപ്പോൾ DFO ജോസ് മാത്യുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി, KV ബൈജു ആണ് നമുക്ക് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.